ഒരു നോക്കിലും ഒരു വാക്കിലും എന്തിന് ഒരു ചിരിയിൽ പോലും രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഒരു നേരത്തെ അന്നം കൊടുക്കുന്നതിൽ രാഷ്ട്രീയം വേണോ? അന്നദാനം മഹാദാനം എന്നാണ്. 1 വീതം 3 നേരം പോകുന്ന കരണ്ട് കട്ടുണ്ട്, പൊതുപരീക്ഷകളിലെ ക്രമക്കേടുണ്ട് തുടങ്ങി രാഷ്ട്രീയ സംവിധാനം ചർച്ച ചെയ്യേണ്ട, ഇടപെടേണ്ട എത്ര വിഷയങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് പൊതിച്ചോറാണ്. ഇന്നത്തെ പ്രൈം സ്റ്റോറി പൊതിച്ചോർ പാടില്ലേ. കേരളം പൊതിച്ചോറ് കെട്ടിത്തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പ്രളയം വന്നു, പേമാരിയും നിപ്പയും കോവിഡും വന്നു. പക്ഷേ പൊതിച്ചോർ മുടങ്ങിയില്ല. ആ അന്നത്തിൽ കല്ലിടാനാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നോക്കിയത്. എന്തിന്? ഹോസ്പിറ്റലിന്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാം, ഡിവൈഎഫ്ഐക്കല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടിയിലും. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ അകത്ത് വേണ്ട, പുറത്തുനിന്ന് എന്ത് വേണമെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അത് പ്രശ്നമുണ്ട്, തെറ്റാണത്. അങ്ങനെ തെറ്റാണ്, അത് സർക്കാർ സമ്മതിക്കില്ല. അത് ഞാൻ പറയാം, രാഷ്ട്രീയ പാർട്ടികളുടെ ബേസിലല്ല സഹായിക്കേണ്ടത്. ഒരു കാരണവശാലും ഹോസ്പിറ്റലിനകത്ത് സമ്മതിക്കില്ല. അത് തന്നെ ആ തീരുമാനം UDF സർക്കാരിന്റെ തീരുമാനമാണ്. ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും, സംശയമൊന്നും വേണ്ട. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സാധനം തന്നോട്ടെ, ഞങ്ങൾ കൊടുത്തോളാം. DYFI, സേവാഭാരതി, യൂത്ത് കോൺഗ്രസ് അങ്ങനെയൊന്നും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ വേണ്ട. ഞാൻ പറയാം, ഈ ഇടത് കൈ ചെയ്യുന്ന വലത് കൈ അറിയാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. കുഴപ്പമുണ്ട്. പൊതിച്ചോറിന് എന്തിനാണ് കൊടിയുടെ മേൽവിലാസം എന്നാണ് മന്ത്രി ചോദിക്കുന്നത്. നോക്കൂ, പൊരിവെയിലത്ത് ആരാണ് പൊതിച്ചോറിന് കാത്തു നിൽക്കുന്നത്? സർക്കാർ ആശുപത്രികളിൽ കൂട്ടിരിപ്പുകാരായി വന്ന ഒരു നേരത്തെ ആഹാരത്തിന് 100 രൂപ മുടക്കാനില്ലാത്തവർ. അവർ കൊടി നോക്കിയാണോ കാത്തു നിൽക്കുന്നത്? അല്ല, അതൊരു വിശ്വാസമാണ്. ഉച്ചയ്ക്ക് 12 മണിയാകും മുൻപ് ആ പൊതി അവിടെ എത്തുമെന്ന്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഈ ഭക്ഷണ വിതരണത്തിൽ ഒരു തലത്തിലുള്ള രാഷ്ട്രീയം കലർത്തലും ഇന്നുവരെ DYFI നടത്തിയിട്ടില്ല. DYFI എന്തോ രാഷ്ട്രീയം കാണിക്കുന്നു എന്നാണ്. ഞങ്ങൾ കൊടിയെടുത്തിട്ട് ഈ ആശുപത്രിയിൽ പ്രകടനം നടത്തുന്നില്ല. വരുന്നവരോട് എന്തെങ്കിലും രാഷ്ട്രീയ പ്രസംഗം ഞങ്ങൾ നടത്തുന്നില്ല. ഒരു ലോകത്തെമ്പാടും വിവിധ സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനകളെല്ലാം അവരുടെ ഐഡന്റിറ്റി ഉപയോഗപ്പെടുത്തി തന്നെയാണ് ആ ഉത്തരവാദിത്തം അവർ നിർവഹിക്കുന്നത്. അത് അവരുടെ അവകാശമാണ്. ഭക്ഷണം സമാധാനപരമായി വിതരണം ചെയ്യുന്ന ഒരു കാര്യമല്ലേ? അതിൽ എന്തിനാണ് മണ്ണ് വാരിയിടുന്നത്? ശരിയാണ്, DYFI എന്ന സംഘടനയാണ് ഹൃദയപൂർവ്വം തുടങ്ങിയത്. 2017 ജനുവരി 1-ന് 9 വർഷമായി. സ്നേഹത്തിന്റെ മണമുള്ള പൊതിച്ചോർ മുടക്കിയിട്ടില്ല എന്ന് പറയുന്നതാകും ശരി. അവരുടെ പ്രിയപ്പെട്ട സഖാവ് VS വിട പറഞ്ഞെന്നും പൊതിച്ചോർ എത്തി. പക്ഷേ DYFI മാത്രമാണോ പൊതിച്ചോർ എത്തിക്കുന്നത്? ഒരിക്കലുമല്ല. സേവാഭാരതിയുണ്ട്, CH സെന്റർ ഉണ്ട്, എന്തിന് യൂത്ത് കോൺഗ്രസും ഉണ്ട്. പൊതിച്ചോറിന് പകരം കമ്മ്യൂണിറ്റി കിച്ചന് സഹായമേകാനാണ് കെ മുരളീധരൻ ആവശ്യപ്പെടുന്നത്. ഏത് സംഘടനയാണെങ്കിലും, DYFI ആണെങ്കിലും, സേവാഭാരതി ആണെങ്കിലും, യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ആർക്കും ഭക്ഷണം കൊടുക്കാം. പക്ഷേ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് കൊടിയും പാർട്ടി പേരും വെച്ച് കൊടുക്കുന്നത് ശരിയല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുജന സേവനമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തിനാ കൊടി വയ്ക്കുന്നതിനാ? ആരും ഭക്ഷണം ഡിനേ ചെയ്യില്ല. കമ്മ്യൂണിറ്റി കിച്ചണിൽ ആർക്കും പോയി കൊടുക്കാം. അത് HDSന്റെ നിയന്ത്രണത്തിലാണ്. നോക്കൂ, ആശുപത്രികളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കുന്നത് നല്ല കാര്യമാണ്. അതിന് സർക്കാർ തന്നെ മുൻകൈ എടുക്കുകയും വേണം. പക്ഷേ അതിനുള്ള നടപടി സർക്കാർ തുടങ്ങിയോ? അതെങ്ങനെ നടപ്പാക്കും? അതിന് എത്ര പണം വേണ്ടിവരും? എന്തെങ്കിലും ആലോചന ഈ സർക്കാർ തുടങ്ങിയോ? ഇല്ല. അത് തുടങ്ങിയിട്ട് പോരെ ഉള്ളത് നിർത്തലാക്കുന്നത്. വിവാദവും വിമർശനവും ഒക്കെ ആയപ്പോൾ പറഞ്ഞതിൽ നിന്ന് ചെറുതായി പിന്നോട്ട് പോയിട്ടുണ്ട് ആരോഗ്യമന്ത്രി. അന്നം മുടക്കിയതല്ല, ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചതാണ്. അല്ലാതെ അതും ഭക്ഷണമായിട്ടൊരു ബന്ധവുമില്ല. ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ല. പക്ഷേ സ്ഥലം കയ്യേറി വലിയ ബാനർ വെച്ച് ഇവിടെ ഞങ്ങളല്ലാതെ മറ്റാരും ഒന്നും ചെയ്യണ്ട എന്നാണെങ്കിൽ അത് നടക്കില്ല. അതാണ് ആലപ്പുഴയിൽ ഇങ്ങനെ തീരുമാനം. ആലപ്പുഴയിൽ കംപ്ലൈൻറ്റ് കിട്ടും, തീരുമാനമെടുക്കും. മറ്റേതെങ്കിലും സ്ഥലത്ത് കംപ്ലൈൻറ്റ് കിട്ടിയാൽ അപ്പോൾ നോക്കാം. കൊടിയുടെ നിറവും വിലാസവുമാണ് പ്രശ്നമെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. നോക്കൂ,
കേരളത്തിൽ ശിവസേനയ്ക്ക് ഒരു വാർഡ് മെമ്പർ പോലും കാണില്ല. പക്ഷേ സന്നദ്ധ രംഗത്ത് ആ പാർട്ടിയുണ്ട്, അവരുടെ ആംബുലൻസുകളുണ്ട്. കഴിഞ്ഞ ദിവസം നടന്നു പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട്. മാലിന്യമിടാനുള്ള ഒരു ബോക്സ് സ്ഥാപിച്ചിരിക്കുന്നു റോഡിന്റെ അരികിൽ. പക്ഷേ ആ ബോക്സിനേക്കാൾ വലിയ ബോർഡാണ് അതിനു മുകളിൽ. സ്ഥലം എംപിയുടെ വ്യക്തിഗത ഫണ്ടിൽ നിന്നാണ് ഇത് നിർമ്മിച്ചതെന്നും എംപിയുടെ പേരുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് നമ്മുടെ നികുതി പണമാണ്. അവിടെ കൊടിയും നിറവും വിലാസവും പ്രശ്നമല്ല.